നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല വാഗ്ദാനങ്ങളും കൊടുക്കാറുണ്ട്. നമുക്ക് കിട്ടാറുമുണ്ട്, അല്ലേ? അതെ അതെ, സാധാരണമാണത്. പക്ഷേ എത്രയെണ്ണം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട്? നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ ഓഡിയോ ഉറവിടത്തില് ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു പള്ളി പണിക്ക് സഹായിച്ച കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലാന്ന്. ഉം. മനുഷ്യരുടെ കാര്യത്തിൽ ഇത് സാധാരണമാണ്. വാക്കുമാറുക അല്ലെങ്കിൽ സാഹചര്യം മാറുമ്പോൾ വാഗ്ദാനം പാലിക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ ഉണ്ടാവാം. ശരിയാണ്. എന്നാൽ ഇതിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമായിട്ട് അല്ലാഹു ഖുറാനിലൂടെ നമുക്ക് ചില ഉറപ്പുകൾ തരുന്നുണ്ട്, ചില വാഗ്ദാനങ്ങൾ. അവ ലംഘിക്കപ്പെടില്ല എന്നാണ് പറയുന്നത്. അതെ, അതാണതിന്റെ പ്രത്യേകത. അപ്പോ എന്തുകൊണ്ടാണ് അവ വ്യത്യസ്തമാവുന്നത്? എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ? നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ ഓഡിയോ ഉറവിടത്തില് ആദ്യം എടുത്തു പറയുന്ന ഒരു വാഗ്ദാനം അത് നന്ദിയെക്കുറിച്ചാണ്. ശുക്ർ എന്ന് പറയും. ഉം. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിച്ചാൽ അവൻ ഇനിയും കൂടുതൽ തരുമെന്ന്. കേൾക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷേ എന്താണ് ഈ യഥാർത്ഥ നന്ദി? ഈ ഹുദ്ബയിൽ അതെങ്ങനെയാ വിശദീകരിക്കുന്നേ? അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. കാരണം ഈ ഉറവിടം പറയുന്ന പോലെ നന്ദി എന്ന് പറയുന്നത് ഇപ്പോ വണ്ടീന്റെ പിന്നിലൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്നതോ അല്ലെങ്കിൽ വെറുതെ താങ്ക്സ് പറയുന്നതോ അല്ല. അല്ല. അതിനൊരു 3 തലമുണ്ട് ശരിക്കും. ഒന്നാമത്തത്, ഹൃദയം കൊണ്ട് നമ്മൾ ആ കിട്ടിയ അനുഗ്രഹത്തെ തിരിച്ചറിയണം. ഇത് അല്ലാഹു തന്നതാണ്, എന്റേതല്ല എന്നൊരു ബോധ്യം. അവനോടുള്ളൊരു സ്നേഹം, അത് വേണം. ശരി. രണ്ടാമത്, അത് നാവുകൊണ്ട് പറയണം. അൽഹംദുലില്ലാ എന്ന് പറയണം. ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ ജോലി കിട്ടിയത്, ഈ മക്കളുണ്ടായത്, ഈ വാഹനം ഓടിക്കുന്നത്, ഇതൊക്കെ അല്ലാഹു തന്നതാണെന്ന് തുറന്നു പറയണം. ഉം. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനം, നമ്മുടെ ആരാധനകളിലൂടെ, ഇബാദത്തിലൂടെ അത് കാണിക്കണം. കൃത്യമായി നിസ്കരിക്കുക, നോമ്പെടുക്കുക, സകാത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ആ നന്ദി കാണിക്കണം. അപ്പൊ ഇതൊരു വെറും ഫീലിംഗ് അല്ല, ഒരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലാണ് ഈ പറയുന്ന നന്ദി, അല്ലേ? തീർച്ചയായും അതെ. മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ ചിലപ്പോ മാറാം, പക്ഷേ ഈ രീതിയിൽ നന്ദി കാണിച്ചാൽ വർദ്ധിപ്പിച്ചു തരും എന്ന അല്ലാഹുവിന്റെ വാഗ്ദാനം അത് ഉറച്ചതാണ്. ഈ ഉറവിടം അത് അടിവരയിടുന്നുണ്ട്. അതെ, അവിടെയാണ് ദൈവിക വാഗ്ദാനവും മനുഷ്യന്റെ വാക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത്. നന്ദി പോലെ തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് അല്ലാഹുവുമായിട്ടുള്ള നമ്മുടെ ആ ഒരു പേഴ്സണൽ കണക്ഷൻ. ഉം. അതിലേക്കാണ് അടുത്ത വാഗ്ദാനം. അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നമ്മളെയും ഓർക്കുമെന്ന്. ദിക്ർ. ഈ ഓർമ്മ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതെങ്ങനെയാ ഈ ഉറവിടം പറയുന്നത്? പ്രധാനമായിട്ടും നിസ്കാരത്തിലൂടെയാണ് ഓർക്കേണ്ടത്. പക്ഷേ അത് വെറും ഒരു ചടങ്ങ് പോലെ ആകരുത്. യാന്ത്രികമായിട്ട് ചെയ്യരുത്. അതെ, ഓരോ റുക്കൂയിലും സുജൂദിലും അല്ലാഹുവിനെ ഓർക്കണം. പിന്നെ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ പോലുള്ള ദിക്റുകൾ അതിങ്ങനെ പതിവാക്കണം. ഉം. അതുപോലെ ഖുർആൻ വെറുതെ ഓതിപ്പോകാതെ അർത്ഥം ചിന്തിച്ചു പാരായണം ചെയ്യുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവനോട് തന്നെ ചോദിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെ അവനെ ഓർക്കുന്നതിന്റെ ഭാഗമാണ്. ഒരു ഹദീസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ അല്ലാഹുവിലേക്ക് ഒരു ചാണടുത്താൽ അവൻ ഒരു മുഴമടുത്തേക്ക് വരുമെന്ന്. ശരിയാണ്. നമ്മൾ നടന്നു ചെന്നാൽ അവൻ ഓടി വരുമെന്നും. ഒരു സദസ്സിലിരുന്ന് നമ്മൾ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു മലക്കുകളുടെ അതിനേക്കാൾ ഉന്നതമായ സദസ്സിൽ നമ്മളെപ്പറ്റി പറയുമെന്നും. മാഷാ അല്ലാ. അതെ. അപ്പോ ഇതൊരു വലിയ അംഗീകാരമാണ്. വെറും ഓർമ്മ മാത്രമല്ല, ഒരു സ്നേഹബന്ധമാണത്. തീർച്ചയായും. ഓർമ്മ പോലെ തന്നെ പ്രധാനമാണല്ലോ ചോദിക്കുന്നതും. ദുആ, പ്രാർത്ഥന. നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, ഞാൻ ഉത്തരം നൽകാം എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു ഉറപ്പ് പറയുന്നുണ്ട്. ഉണ്ട്. എന്നാലും ചിലപ്പോ നമുക്ക് തോന്നാറുണ്ട്, എന്റെ ദുആക്കൊന്നും ഒരു ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന്. എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം കാണാത്തത്? അതിനെപ്പറ്റി ഈ ഉറവിടത്തിൽ വല്ലതും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. അതിന് ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നോക്കണം. ഇപ്പോ കുടുംബബന്ധം മുറിക്കുന്ന ഒരു കാര്യത്തിനു വേണ്ടിയോ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ദോഷം വരാൻ വേണ്ടി, ഒരു പാപം ചെയ്യാൻ വേണ്ടി, അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. അതുപോലെ ഹറാമായ ഭക്ഷണം കഴിക്കുക, ഹറാമായ വസ്ത്രം ധരിക്കുക, അങ്ങനെയുള്ള ആളുകളുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് അനുവദനീയമായ കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ അതിന് 3 രീതിയിൽ ഉത്തരം കിട്ടും എന്നാണ് ഹദീസിലുള്ളത്. അതെങ്ങനെയാണ്? ഒന്ന്, നമ്മൾ ചോദിച്ച കാര്യം അപ്പത്തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു സാധിച്ചു തരും. ഓക്കെ. രണ്ടാമത്തേത്, ആ പ്രാർത്ഥന കാരണം നമുക്ക് വരാനിരുന്ന ഒരു ആപത്ത്, ഒരു മുസീബത്ത് അത് അല്ലാഹു തട്ടിമാറ്റും.
മൂന്നാമത്തെ രീതി, ഈ ദുആയുടെ പ്രതിഫലം നമുക്ക് പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെക്കും. അവിടെ വലിയൊരു മുതൽക്കൂട്ടായിട്ടത് മാറും. അപ്പം ചുരുക്കത്തില് പ്രാർത്ഥന വെറുതെ ആവുന്നില്ല. ഒന്നുകിൽ ഇവിടെ കിട്ടും, അല്ലെങ്കിൽ ആപത്ത് തടയും, അല്ലെങ്കിൽ പരലോകത്ത് കിട്ടും. ആ ഒരു ഉറപ്പ് അത് വലിയൊരു ആശ്വാസം തന്നെയല്ലേ? തീർച്ചയായും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ മടിക്കരുത് എന്നാണ്. ശരിയാണ്. ഇനി നാലാമത്തെ ഒരു വാഗ്ദാനം ഇതിൽ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. ഇത് കേൾക്കുമ്പോഴൊരു ഒരു കൺഫ്യൂഷൻ വരാം. നമ്മളെ സാധാരണ മനുഷ്യരെ എങ്ങനെ അള്ളാഹുവിനെ സഹായിക്കാ? അതെ, അത് ശരിയാണ്. അള്ളാഹുവിന് നമ്മുടെ സഹായം ആവശ്യമല്ലല്ലോ. ഇല്ല. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെ, അവന്റെ മാർഗത്തെ സഹായിക്കുന്നതിനെയാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക. പിന്നെ അള്ളാഹുവിന്റെ ദീനിനെപ്പറ്റി മറ്റുള്ളവരോട് നല്ല രീതിയിൽ പറയുക, അതിനെ പ്രതിരോധിക്കേണ്ടി വന്നാൽ പ്രതിരോധിക്കുക, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, അതിനുവേണ്ടി നമ്മുടെ സമയം, ആരോഗ്യം, സമ്പത്ത് അതൊക്കെ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദീനിനു വേണ്ടി നിലകൊള്ളുന്നതാണത്. അതെ, അങ്ങനെ ചെയ്യുന്നവര് അള്ളാഹു സഹായിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ അവൻ എളുപ്പമാക്കി കൊടുക്കും. അതാണ് വാഗ്ദാനം. വളരെ വ്യക്തമായി. ഇനി അവസാനമായിട്ട് അഞ്ചാമതൊരു വാഗ്ദാനം പറയുന്നുണ്ട്, പിശാചിൽ നിന്നുള്ള സംരക്ഷണം. ഇബ്ലീസ്. അതെ, മനുഷ്യരെ വഴിതെറ്റിക്കും എന്ന് ഇബ്ലീസ് ശപഥം ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, എന്റെ യഥാർത്ഥ അടിമകളുടെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാവില്ല എന്ന്. ആരാണ് ഈ യഥാർത്ഥ അടിമകൾ? അവർക്കെങ്ങനെയായി സംരക്ഷണം കിട്ടുന്നത്? അല്ലാഹുവിനോട് ശരിക്കും ഒരു ആത്മാർത്ഥ ബന്ധമുള്ളവർ, അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, തഖ്വയുള്ളവർ, പിന്നെ പ്രവാചകന്റെ ചര്യ, സുന്നത്ത് അത് പിന്തുടരുന്നവർ, അവരാണ് യഥാർത്ഥ അടിമകൾ. ആ ഒരു ക്വാളിറ്റിയുള്ളവർ. ശരി. അങ്ങനെയുള്ളവരെ മൊത്തത്തിൽ വഴിതെറ്റിക്കാൻ, വലിയ തിന്മകളിലേക്ക് കൊണ്ടുപോകാൻ ശൈത്താന് കഴിയില്ല. ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ പറ്റിയേക്കാം, പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം അവർക്കുണ്ടാകും. അതുകൊണ്ട് ശൈത്താനെ നമ്മളൊരു ശത്രുവായിട്ട് തന്നെ കാണണം. അവന്റെ വഴികളെപ്പറ്റി എപ്പോഴും ബോധവാന്മാരായിരിക്കണം. അതാണ് ഈ വാഗ്ദാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യരുടെ വാഗ്ദാനങ്ങള് അത് ചിലപ്പോൾ മാറാം, ലംഘിക്കപ്പെടാം. എന്നാൽ അള്ളാഹു തന്ന വാഗ്ദാനങ്ങൾ നന്ദിയുള്ളവർക്ക് കൂടുതൽ കൊടുക്കും എന്നത്, ഓർക്കുന്നവരെ ഓർക്കും എന്നത്, പ്രാർത്ഥിച്ചാൽ ഉത്തരം തരും എന്നത്, പിന്നെ ദീനിനെ സഹായിച്ചാൽ അള്ളാഹു സഹായിക്കും എന്നതും, യഥാർത്ഥ അടിമകളെ ശൈത്താനിൽ നിന്ന് സംരക്ഷിക്കും എന്നതും, ഇതൊന്നും മാറില്ല. ഒരിക്കലുമില്ല. അതൊക്കെ സത്യമാണ്, ഉറച്ചതാണ്. അതെ. അപ്പോൾ ഇവിടെ നമ്മളെ നിർത്തുന്നതിന് മുമ്പ് കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ചിന്ത പങ്കുവയ്ക്കാം. നമ്മൾ പലപ്പോഴും മനുഷ്യരുടെ ഉറപ്പില്ലാത്ത വാക്കുകളെയും വാഗ്ദാനങ്ങളെയും ഒക്കെ ആശ്രയിക്കാറുണ്ടല്ലേ? അതിനു പകരം അള്ളാഹുവിൻ്റെ ഈ ഉറച്ച, മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ എത്രത്തോളം തയ്യാറാണ്? നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യുക. അതായത് ആത്മാർത്ഥമായി നന്ദി കാണിക്കുക, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക, അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിക്കുക, ദീനിനെ സഹായിക്കാൻ മുന്നോട്ട് വരിക. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആ ഒരു ഭരമേൽപ്പിക്കൽ, തവക്കുൽ, അതിനെയൊക്കെ എത്ര പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കും. ഇതൊന്ന് നമ്മളെല്ലാവരും ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ്.